ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബ്രിജിറ്റാമ്മയുടെ ആ ഫോട്ടോയും പിടിച്ച് ചങ്കു പൊട്ടി കരയാട്ടോ നമ്മുടെ രേവതിക്കുട്ടി. അങ്ങനെ രേവതിക്കുട്ടിയുടെ സങ്കടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്രേസമ്മയ്ക്കാണെങ്കിലും സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു രീതിയിലും അത് പ്രകടമാക്കി കാണിക്കുന്നില്ല. ഒരു റഫായിട്ട് തന്നെയാണ് രേവതിക്കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം അങ്ങനെ അവർ രണ്ടുപേരും റൂമിലിരിക്കുമ്പോൾ അവളെ ആദ്യമായിട്ട് ചേർത്ത് പിടിച്ച് നമ്മുടെ ഗ്രേസമ്മ സമാധാനിപ്പിക്കുക. സങ്കടപ്പെടണ്ട, പോയവർ പോയി, ഇനി അതിനെപ്പറ്റി ആലോചിച്ച് ദുഃഖിക്കണ്ട എന്നും പറഞ്ഞു. അങ്ങനെ സങ്കടങ്ങളെ ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ ഒന്ന് വിങ്ങിപ്പൊട്ടി കരയാൻ ശരിക്കും പേടിയായിട്ടാണ് രേവതിക്കുട്ടി അവരുടെ വീട്ടിൽ നിൽക്കുന്നത്. ആ ഒരു നേരത്ത് ഒരമ്മയെന്നുള്ള രീതിയിൽ രേവതിയെ ചേർത്ത് പിടിച്ച് അവർ സമാധാനിപ്പിക്കാം. അപ്പോഴും ഞങ്ങളുടെ എല്ലാമായിരുന്നു, ഞങ്ങളുടെ ബ്രിജിറ്റാമ്മ പറഞ്ഞ് ഞങ്ങളുടെ മമ്മി ഞങ്ങൾ പോയി എന്നൊക്കെ ഉള്ളൊരിതിൽ ഇങ്ങനെ പറയുവാണ്. ഈ ലോകത്ത് അവരുടേതെന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്നത് മമ്മി ആയതുകൊണ്ട് തന്നെ ആ ഒരു വേദന അവർക്കുണ്ടാകുമെന്നുള്ളത് അവർക്ക് അറിയുകയും ചെയ്യാം. എന്നിട്ട് അവർ പിന്നെ രേവതി ഒരുപാട് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തു, ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്തു. എന്തായാലും അവർക്ക് രേവതി ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ അവരത് കാണിക്കുന്നില്ല എന്ന് മാത്രം. അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടക്കുന്നു. പിന്നെ രേവതി ആണെങ്കിൽ അവിടെ കിടത്തി തലോടിയൊക്കെ രസം അവിടെ കിടത്തി ഉറക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ടാണെങ്കിലോ പിന്നെ നേരെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു അവൾ ഉറങ്ങി, ഭർത്താവ് രേവതിയോട് ചോദിച്ചു അവൾ ഉറങ്ങിയോന്ന്. ഭയങ്കര സങ്കടമാണ്. കാരണം ഈ ലോകത്ത് അവരുടേതെന്ന് പറയാൻ ആ സ്ത്രീ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അവർ പോയപ്പോൾ അത് സഹിക്കാൻ പറ്റില്ല. പിന്നെ കിടന്ന് കരഞ്ഞാണെങ്കിലും ആ ഒരു സങ്കടം തീർക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ലെന്നും പറഞ്ഞു പുള്ളിക്കാരി ഇദ്ദേഹത്തിനോട് പറയാം. ഇനിയിപ്പോൾ ആ കൊച്ചിന് ഈ ലോകത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ അവർ പറയുവാട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ അത്രയും കാര്യങ്ങൾ ഈ നമ്മളിലേക്ക് പറഞ്ഞ് ഏൽപ്പിച്ചത് എന്നുള്ളതിൻ്റെ ആ ഒരു ഇതിപ്പം മനസ്സിലായില്ലേ എന്നൊക്കെയുള്ള ഇതിൽ ഇവരിങ്ങനെ സംസാരിക്കുകയും ചെയ്തേ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ വീട്ടിൽ മുത്തശ്ശൻ പറഞ്ഞ് ഏർപ്പാടാക്കിയ കാര്യങ്ങളും മനു അച്ഛനോടും അമ്മയോടും അപ്പച്ചിയോടും എല്ലാവരോടും അവതരിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അച്ഛൻ മരിച്ചതിന് ശേഷം വീട്ടിൽ കൂടി സംസാരിക്കാം. അപ്പോൾ മുത്തശ്ശിയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഒരു ഹോം നേഴ്സിനെ വെച്ചേ പറ്റൂ എന്ന കാര്യം ഇവർ തമ്മിൽ സംസാരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് നമ്മുടെ മനു നമ്മുടെ അലീനയുടെ കാര്യങ്ങൾ പറയുന്നത്. തിരുവനന്തപുരത്ത് പോയി മുത്തശ്ശൻ അവിടെ ഒരു ഹോം നേഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് റെഡിയാക്കിയിരുന്നു. അപ്പോൾ മുത്തശ്ശിയെ നോക്കാനായിട്ട് ആ ഹോം നേഴ്സിനെ കൊണ്ടുവരണം എന്നുള്ള കാര്യം മനു പറയാം. അപ്പോൾ ആ ഹോം നേഴ്സിന് തന്നെ വേണമെന്ന് എത്ര നിർബന്ധം എന്ന് ചോദിച്ചുകൊണ്ട് ഇവരിങ്ങനെ ദേഷ്യപ്പെട്ടു. മുത്തശ്ശൻ അവരോട് പറഞ്ഞു വാക്ക് കൊടുത്തിട്ട് പോകുന്നതാണെന്നും അവർ ആ കാര്യങ്ങളെല്ലാം പ്രതീക്ഷിച്ച് അവിടെ ഉണ്ടാകും. അപ്പം നമ്മൾ വാക്ക് വ്യത്യാസം കാണിക്കുന്നത് മുത്തശ്ശൻ്റെ ആത്മാവിന് തന്നെ ഒരു ഇതാകും എന്നൊക്കെ പറയാം. മുത്തശ്ശൻ്റെ ആത്മാവ് പോലും ക്ഷമിക്കില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചു. അങ്ങനെ സംസാരവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും മനു പറഞ്ഞ കാര്യങ്ങൾ വേണ്ട എന്ന് തന്നെ അപ്പച്ചി പറയാം. അതും അലീനയുടെ അമ്മ വേണ്ടാത്ത വയ്യാവേലി എടുത്ത് തലയിൽ വെക്കേണ്ട കാര്യമില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരി ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനുവിൻ്റെ അമ്മാവൻ അങ്ങ് വന്നു. അപ്പം മനു ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നീ എന്തിനാ ആ പെണ്ണിൻ്റെ കാര്യത്തിൽ ഇത്ര ഇൻട്രസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അത് മുത്തശ്ശന് ഞാൻ കൊടുത്ത വാക്കാം, എനിക്ക് എൻ്റെ മുത്തശ്ശന് കൊടുത്ത വാക്ക് പാലിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. മനു ഇങ്ങനെ ഒറ്റക്കാലിൽ തന്നെ ഇങ്ങനെ നിൽക്കുക, തനിക്കത് ചെയ്തേ പറ്റൂ എന്നുള്ളത്. അതിനുശേഷം അമ്മാവനോടും പറഞ്ഞു അമ്മാവ ഇതെനിക്ക് ചെയ്യണമെന്ന്. അപ്പോൾ പുള്ളിക്കാരനും വന്നിട്ട് ഇങ്ങനെ ചോദിക്കുവാണ് നീ എന്തിനാ ഇങ്ങനെ റിസ്ക് എടുക്കുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ. അപ്പോൾ മനുവും അമ്മാവനും കൂടെ മാറി നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് അപ്പച്ചിയും മനുവിൻ്റെ അമ്മയും അച്ഛനൊക്കെ കൂടെ ഇനിയിപ്പം അച്ഛൻ പറഞ്ഞ കാര്യങ്ങളല്ലേ എങ്ങനെയുള്ളതൊക്കെയാണ് വരുന്നതെന്നൊക്കെ ആർക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അച്ഛൻ അങ്ങനെ മോശമായിട്ടുള്ള ഒരാളെ സെലക്ട് ചെയ്യില്ല എന്നുള്ളൊരിതിൽ മകളും ഇങ്ങനെ പറയുവാണ്. അങ്ങനെ അവരവിടെ നിന്ന് ഇതിനെപ്പറ്റി പറയുന്നു. ഇപ്പുറം മാറി നിന്ന് മനുവും അമ്മാവനും കൂടി ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയുക. അപ്പോൾ നമുക്കത് പോയി അത് ആ കുട്ടിയെ കൊണ്ടുവരണം തുടങ്ങിയ കാര്യങ്ങൾ മനു ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് മനസ്സിലായി. എന്തോ ഒരു കാര്യം ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി മനസ്സിലായി. അത് വെച്ച് പിന്നെ പല രീതിയിലും മനുവിനോട് ഓരോരോ ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കാൻ തുടങ്ങി. മനു ഒന്നിനും വിട്ടു മറുപടി പറയുന്നതും ഇല്ല കേട്ടോ. ഭയങ്കര ഒരു ഇതിലിങ്ങനെ നമ്മുടെ മനു ഇങ്ങനെ നിൽക്കുക. അപ്പോൾ മനുവിനത് സഹിക്കാനേ പറ്റുന്നില്ല. മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് ഇങ്ങനെ തികട്ടി വന്നുകൊണ്ടേയിരിക്കുന്നു. ആ ഒരു നേരത്ത് അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ട് നമ്മുടെ മനു വീട്ടിലെല്ലാവർക്കും എതിർപ്പാണ്. എന്നിട്ടും അദ്ദേഹം മനു ഇപ്പം നിൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടാകും, അല്ലെങ്കിൽ നീ ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞ് അദ്ദേഹം മനുവിൻ്റെ കൂടെ പോകാൻ സമ്മതിച്ചു. അങ്ങനെ രണ്ടുപേരും കൂടെ തിരുവനന്തപുരത്തിന് നമ്മുടെ അലീനയെ കൂട്ടാനായിട്ട് പോരും. പിന്നെ അലീന ഇനി ജീവിക്കേണ്ടത് സ്വന്തം അമ്മയുടെ ആ ഒരു ഇതിലാണ്. പക്ഷെ അതറിയാതെ അവിടെ വേലക്കാരിയായിട്ട് ആട്ടും തുപ്പുകയും ഒക്കെ സഹിച്ചു വേണം ഇനി അലീന അവിടെ ജീവിക്കാനായിട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ പോകാൻ തീരുമാനിച്ചിറങ്ങുമ്പോഴും അവരെല്ലാവരും ഇത് വിനയാകും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ പറയുമ്പോഴും മനു ആണെന്നുണ്ടെങ്കിൽ മുത്തശ്ശൻ്റെ ആഗ്രഹം അത് തനിക്ക് നിറവേറ്റി കൊടുക്കണം എന്നുള്ളൊരു വാശിയിൽ ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ ഇത് തന്നെയാണ് യഥാർത്ഥ ഇതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ അലീന അവിടെ
ഇപ്പം സ്നേഹനികേതനത്തിൽ തനിച്ചേ ഉള്ളൂ. ബാക്കി എല്ലാവരെയും എല്ലായിടത്തും ഒക്കെ കൊണ്ടുവന്ന് എത്തിച്ചു കഴിഞ്ഞു നമ്മുടെ ബ്രിജിറ്റാമ്മ. പക്ഷേ നമ്മുടെ അലീനയ്ക്ക് മാത്രമാണ് ഇപ്പോൾ അവിടെ നിൽക്കാനൊരിതുള്ളൂ. അലീനയ്ക്കാണെങ്കിൽ അവിടെ നിന്ന് പോകാനാണെങ്കിൽ ഒട്ടും മനസ്സുമില്ല. അലീനയും അവിടുത്തെ സിസ്റ്റർ, ഇപ്പോൾ അലീനയ്ക്ക് കൂട്ടം നിൽക്കുന്ന സിസ്റ്ററും കൂടെ പള്ളിയിൽ പോയേക്കുക. പള്ളിയിൽ പോയി അവിടെ ചെന്ന് ബ്രിജിറ്റാമ്മയുടെ കുഴിമാടത്തിൻ്റെ അവിടെ പോയി നിന്നിങ്ങനെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് കരഞ്ഞ്, ഇനിയിപ്പം എൻ്റെ മമ്മി ഉപേക്ഷിച്ച് ഞാനും പോകേണ്ടി വരുമോ എന്നൊക്കെ ചോദിച്ചു ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അലീന ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ രേവതിക്കുട്ടി അവിടെ പിറ്റേ ദിവസമാണെങ്കിലും ഭയങ്കര സങ്കടത്തോടു കൂടി രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലെ പണികളൊക്കെ ചെയ്യുവാണ്. അലീനേക്കാളും സങ്കടം വരും നമ്മുടെ രേവതിക്കുട്ടിയുടെ ആ മുഖവും ആ ഒരു പ്രവർത്തികളൊക്കെ കാണുമ്പോൾ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഏറ്റ അടുക്കളയിൽ ഓരോന്നൊക്കെ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്കും രേവസമ്മ അങ്ങോട്ടേക്ക് വന്നു. നിന്നോടാരാ രാവിലെ അടുക്കളയിൽ കയറാൻ പറഞ്ഞതെന്ന് ചോദിച്ചു. ഇതെല്ലാം എൻ്റെ ജോലിയല്ലേ, ഞാൻ രാവിലെ എഴുന്നേറ്റ് എല്ലാ ജോലികളും ചെയ്യണ്ടേ, അതാ ഞാൻ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം, ഇന്നൊരു ദിവസം നീ ചെയ്തില്ലെന്നുണ്ടെങ്കിലും ഇവിടെ മല മറിയാനൊന്നും പോകുന്നില്ല, അതുകൊണ്ട് നീ അടുക്കളയിൽ നിന്ന് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ എങ്ങനെയാണ് ഞാൻ പോകുന്നത്, എനിക്ക് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതി പറയുമ്പോൾ, നിന്നോട് ഞാനല്ലേ പറഞ്ഞത് നീ അവിടെ പോയി റെസ്റ്റ് എടുക്കാനായിട്ട്, പോ, നിനക്ക് കഴിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊണ്ട് തരാം, ചെല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് അതിനെ പറഞ്ഞു വിടുക. അതിനപ്പോൾ എന്ത് ചെയ്യണമെന്ന് അതിന് തന്നെ അറിയില്ല. ഇത് ചെയ്യാതിരുന്നാൽ ഇവർ വഴക്ക് പറഞ്ഞാലോ, ചെയ്യുമ്പോൾ ഇവർ വഴക്ക് പറയുന്നു. ഇതെന്താ ചെയ്യേണ്ടതെന്ന് ആ കൊച്ചിനും അറിയത്തില്ല. അതിങ്ങനെ പാപം പേടിച്ച് വിറച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു എല്ലാവരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ രേവതിക്കുട്ടി ഇങ്ങനെ അവരുടെ വീട്ടിലിങ്ങനെ നിൽക്കുക. പക്ഷെ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം കൊണ്ടാണ് അങ്ങനെയൊക്കെ രേവതിയോട് പറയുന്നതും ചെയ്യുന്നതും. പക്ഷേ കൂടുതൽ അമിത സ്വാതന്ത്ര്യം കൊടുത്താൽ എങ്ങനെയാകും രേവതിയുടെ സ്വഭാവം, ആ ഒരു പേടിയും അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അവർ കുറച്ച് റഫായിട്ടും കൂടെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ രേവതിക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ രേവതിക്കുട്ടി അവിടെ കൊണ്ട് ഇരുത്തി. പിന്നെ ചേച്ചി അടുക്കളയിൽ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിങ്ങി പൊട്ടുകയാണ്. ഒന്നതായി കരയാൻ പോലും രേവതിക്ക് പേടിയായതുകൊണ്ട് രേവതി അങ്ങനെ കരയാതെ വരെ നിൽക്കുക. ഈ ഒരു സമയത്ത് അവർ പള്ളിയിൽ പോയേക്കും. അലീനയൊക്കെ പള്ളിയിൽ പോകുന്ന സമയത്ത് ഇവർ അങ്ങോട്ട് പുറപ്പെട്ടു. അവിടെ എത്താറായി. അതായത് നമ്മുടെ മനുവും അമ്മാവനും കൂടി വരുന്ന സമയത്തും കുഞ്ഞിരാമൻ മരിച്ചു, അതായത് അമ്മായച്ചൻ മരിച്ചു. എന്നിട്ടും കുഞ്ഞിരാമൻ പറഞ്ഞ കാര്യം വെച്ച് നീ ഇത്രത്തോളം റിസ്ക് എടുത്ത് അതും അവിടെ നിന്ന് ഇവിടം വരെ ഈ തിരുവനന്തപുരം വരെ വരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാര്യം ഇല്ലേ മനു എന്ന് അമ്മാവ മനുവിനോട് ചോദിക്കുക. മനു ആണെങ്കിൽ അതിന് മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ. ഇപ്പോൾ ഈ പെണ്ണിനെ തന്നെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകണമെന്ന് എന്താ നിനക്ക് ഇത്ര നിർബന്ധം, അല്ലെങ്കിൽ എന്താ നിനക്ക് ഇത്ര വാശി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം, അത് പിന്നെ മുത്തശ്ശൻ പറഞ്ഞതുകൊണ്ടാണെന്ന് പറയണു മനു. മുത്തശ്ശൻ പറഞ്ഞതുകൊണ്ടാണ് എന്ന് മാത്രം നീ എന്നോട് പറയരുത്. നിൻ്റെ ഉള്ളിൽ എന്തോ ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാകും മനു. നിനക്കത് എന്നോട് തുറന്നു പറയാവുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. അങ്ങനെയൊന്നും ഇല്ല അങ്കിളേ എന്നും പറഞ്ഞുകൊണ്ട് അന്നേരം നമ്മുടെ മനു ഇങ്ങനെ പറയുക. അങ്ങനെ മനു അത് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് അത് വിശ്വാസം ആയില്ല. എന്തോ ഒരു കാരണം ഉണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ആണെങ്കിൽ വീണ്ടും മനുവിനോട് ചോദിക്കുന്നുണ്ട്. മനു ആണെങ്കിലോ ഒന്നും വിട്ടു പറയുന്നതുമില്ല. അങ്ങനെ മനുദേ നമ്മുടെ അലീനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വന്നു. ഇവരതേ സ്നേഹനികേതനത്തിൽ വന്നു. അവിടെ പരിസരങ്ങളും കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇവിടെയെങ്ങും ആരും ഇല്ലല്ലോ. ഇനിയിപ്പം നമ്മൾ വരുന്നതിന് മുന്നേ ആ പെണ്ണിനെ വേറെ ആരെങ്കിലും കൊണ്ടുപോയി കാണുമോ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ ഒരിക്കലും കൊണ്ടുപോകില്ല എന്ന് മനു പറയാം. അതെന്താ നിനക്കിത്ര ഉറപ്പ്? നമ്മളല്ലേ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്, വേറെ ആരോടും ഇവിടെയുള്ളവർ പറഞ്ഞിട്ടുണ്ടാവില്ല എന്നൊക്കെ മനു ഇങ്ങനെ പറയുവാണ്. ആ സമയത്ത് ഇവരിങ്ങനെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അലീനയും ആ സിസ്റ്ററും കൂടെ വരുന്നത്. അപ്പോൾ അവർ കയറി വന്നപ്പോഴേക്കും മനു അലീനയെ കണ്ടു. ഭയങ്കര സന്തോഷത്തോടെ അലീനയെ ഇങ്ങനെ നോക്കുവാണ് നമ്മുടെ മനുവിന് ഭയങ്കര മനസ്സ് നിറഞ്ഞു അലീനയെ കണ്ടപ്പോൾ. ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ അവർക്ക് മനസ്സിലായല്ലോ ഇവരാരാ വന്നിരിക്കുന്നത് എന്താണെന്നൊന്നും അറിയില്ല. അവർ രണ്ടുപേരും കൂടെ കയറി വന്നു. അപ്പോൾ സിസ്റ്റർ ചോദിച്ചു, ആരാ, എന്താ കാര്യം? ഇവിടെ ബ്രിജിറ്റാമ്മയെ കാണാനാണെങ്കിൽ അവരിപ്പോൾ ഇല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ബ്രിജിത്താമ്മ പറഞ്ഞിട്ടാണ് വന്നതെന്നും കൂടി ഇവർ പറയുമ്പോഴേ, അപ്പോൾ വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു എന്ന കാര്യം അന്നേരം മനു പറയും. അപ്പോഴാണ് നമ്മുടെ അങ്കിൾ ഇങ്ങോട്ടേക്ക് വരുന്നതും ഇവരെ നോക്കുന്നതും. അപ്പോൾ അങ്കിളിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരിങ്ങനെ നോക്കുമോ എന്താ സംഭവം. ആ സമയത്ത് ഞങ്ങൾ ഈ നിൽക്കുന്ന കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വന്നതാണെന്ന് മനു പറഞ്ഞു. കുഞ്ഞിരാമൻ സാറ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പം എൻ്റെ മുത്തശ്ശനായിരുന്നു എന്നൊക്കെ മനു പറയുമ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കുഞ്ഞിരാമൻ സാറിനെ പറ്റി അറിയാമെന്നൊക്കെ സിസ്റ്റർ ഇങ്ങനെ പറയുക. ആ ഒരു സമയത്ത് ഇതാരാണെന്ന് ചോദിച്ചപ്പം, നിങ്ങൾ ഈ പറഞ്ഞ കുഞ്ഞിരാമൻ്റെ ഒരേ ഒരു മകളെ കെട്ടിയ ആളാണ് ഞാൻ, അതായത് കുഞ്ഞിരാമൻ്റെ മകളുടെ ഭർത്താവാണ് ഞാൻ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അലിയനെ ഞെട്ടലോടെ ആ മനുഷ്യനെ നോക്കുക. സ്വന്തം അമ്മയുടെ ഭർത്താവ്,
അത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ അലീന അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പം മനു ആണെങ്കിൽ അന്നേരം അലീനെ ഇങ്ങനെ ശ്രദ്ധിച്ചു. അലീനയുടെ ആ ഒരു ഭാവം മാറുന്നതും അലീനയുടെ ആ ഒരു ഇതൊക്കെ. അപ്പം അങ്ങനെ അതൊക്കെ നോക്കി മനു ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും ഇനി സ്വന്തം അമ്മയുടെ അടിയും തുപ്പും ആട്ടും തുപ്പും അടിയും ചവിട്ടൊക്കെ കൊള്ളാനായിട്ട് അലീന പുറപ്പെടുകയാണ് അങ്ങോട്ടേക്ക്. ഈ തിരുവനന്തപുരത്ത് നിന്ന് സ്നേഹനികേതൻ എന്നേക്കുമായി ഉപേക്ഷിച്ച് നമ്മുടെ അലീന ഇനി അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് കരയാനുള്ള മുഹൂർത്തങ്ങളും ഒക്കെ ആയിട്ടാണ് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ എപ്പിസോഡുകൾ ഓരോന്നായിട്ട് വരാനിരിക്കുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇനി ഇതിൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമ്മുടെ എപ്പിസോഡ് വരാനിരിപ്പുണ്ട്. അപ്പോൾ ആരും മിസ് ചെയ്യാതെ കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസും കഥ പറയുന്ന ശൈലിയൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി അറിയിച്ച് നിർത്തുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.